അസ്സലാമു അലൈക്കും. അന്ന് രാത്രി ഷാഹി പതിവിലും നേരത്തെയാണ് ജോലി കഴിഞ്ഞു വന്നത്. കയറി വരുമ്പോൾ അവൻ ഹാളിലേക്കും കിച്ചണിലേക്കും ഒന്ന് നോക്കി. ജിനു അവിടെയൊന്നുമില്ലെന്ന് മനസ്സിലായതും അവൻ വേഗം ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ഉമ്മ ഉമ്മ ആദ്യ തവണ വിളിച്ചിട്ട് ഉമ്മ മിണ്ടാതിരുന്നപ്പോൾ അവൻ ഒന്നുകൂടി വിളിച്ചു. എന്താടാ? ഉമ്മ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഉമ്മാക്കിതെന്ത് പറ്റി? സാധാരണ ഞാൻ വന്നാൽ വേഗം എണീറ്റ് വരുന്ന ആളാണല്ലോ. ആ, അതിപ്പോൾ എന്നും അതുപോലെ ആവില്ലല്ലോ. ഉമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ. ഉമ്മാക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ടവൻ പറഞ്ഞു. ദേഷ്യം വരാതിരിക്കാൻ മാത്രം നല്ല കാര്യങ്ങളാണല്ലോ നീ ഇവിടെ ചെയ്തു വെക്കുന്നത്. എനിക്കറിയോ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിനക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷാഹി? ഒരാൾക്കും മറ്റൊരാളെ കൊല്ലാനുള്ള അവകാശമില്ല. അതിനൊക്കെ നീ കണക്ക് പറയേണ്ടി വരും. ഹോ, ഉമ്മ ഇപ്പോൾ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ ഉമ്മാക്ക്? അതോ ആദി എന്ന് പറഞ്ഞോന് ഉമ്മാനെ ഉപദേശിച്ച് നന്നാക്കിയോ? നീ എന്താ ഷാഹി കാര്യം പറയുമ്പോൾ തമാശ പറയുന്നത്? പിന്നെ ഞാനെന്താ ഉമ്മാനോട് പറയേണ്ടത്? രാവിലെ ഞാനത് ഉമ്മാൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ എതിർത്തൊരു വാക്ക് പോലും പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറ്റം എനിക്കഴോ? അതേടാ, ഇവിടെ കുറ്റക്കാരൻ നീ തന്നെയാണ്. നീ ആ വിഷം എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ ഞാൻ നിന്നോടത് വാങ്ങിക്കുന്നതിന് പകരം നിൻ്റെ മുഖത്ത് നോക്കി തരേണ്ടതായിരുന്നു. അത് ഞാൻ ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഉമ്മ ചെയ്തത് തെറ്റാണെന്ന് ഉമ്മ സമ്മതിച്ചില്ലേ? മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി ഒരിക്കൽ നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. അത് ചെയ്യാതെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് നിന്നിട്ട് ലാസ്റ്റ് എന്നിൽ മാത്രം പഴിച്ചാരി ഉമ്മ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. മതിയടാ എന്നെ കുറ്റക്കാരിയാക്കി സംസാരിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ ഷാഹി. ഇനി നിന്നിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിലേ എന്നെ കൊന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇവിടെ നടന്നതേ ഷാനെങ്ങാനും അറിഞ്ഞാൽ ആ വിഷം കലക്കി ആദ്യം എൻ്റെ അണ്ണാക്കിലേക്കായിരിക്കും ഓനെ ഒഴിച്ചു തരിക. അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ആ വിഷം ഉമ്മാൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഉമ്മ ഓനത് കൊടുക്കൂലെന്ന് എനിക്ക് എന്തായാലും അറിയായിരുന്നു. അതാണ് ഞാൻ ഉമ്മാനോട് തട്ടിപ്പോയെന്ന് പലവട്ടം ചോദിച്ചപ്പോഴും ഉമ്മാൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെന്താ, നിന്നെപ്പോലെ ക്രൂരനാവാൻ എനിക്ക് കഴിയില്ലടാ. ഹോ, ഉമ്മ ഇപ്പോൾ നല്ല പിള്ള, ഞാൻ ക്രൂരനും. നിനക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാടാ ഷാഹി. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഒഴിവാക്കി നല്ലവനായി ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ പടച്ചോൻ തരുന്ന ദിശ ഒരു പക്ഷേ എനിക്ക് താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൻ ഉമ്മാനെ നോക്കിയെന്ന് ഉച്ചത്തിൽ ചിരിച്ചു. എന്താടാ ഇത്രമാത്രം വിളിക്കാൻ? ഉമ്മാനെ ആദ്യേ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക. അതാണ് ഉമ്മയിൽ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. അല്ലാതെ എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റൂല, എനിക്ക് ഉറപ്പാ. ഓ, അപ്പോൾ ഞാൻ ദുഷ്ടയാണെന്നാണോ ഈ പറയുന്നത്? അല്ലെന്ന് ഉമ്മാക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എന്തേ നോക്കുന്നത്? പറയാൻ പറ്റുമോ? അതിന് തെളിവല്ലേ ഷാനു? എത്ര തവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഈ കിടപ്പിൽ അവൻ തീർന്നു പോയെങ്കിലെന്ന്. അന്ന് ഉമ്മയിലെ വിശാല മനസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെന്തേ ആദിയുടെ കാര്യത്തിൽ മാത്രം ഉമ്മാക്ക് സ്നേഹം പൊട്ടിമുളിച്ചത്? മതിയടാ, നിർത്തേ ഷാഹി. നീ പറഞ്ഞ എന്നെ കൂടുതൽ കുറ്റക്കാരിയാക്കാൻ നോക്കൊന്നും വേണ്ട. നിന്നെപ്പോലെ ആരെയും ഞാൻ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതും മറ്റൊരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നതും തമ്മിലേ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉമ്മ ചെയ്തതും ഞാൻ ചെയ്തതും ഒരേ തെറ്റ് തന്നെയാണ്. പിന്നെ ഉമ്മ എന്തിനാ എന്നെ മാത്രം പ്രതിയാക്കി സംസാരിക്കുന്നത്? മതിയടാ ഷാഹി, നിർത്ത്. നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. നീ കൂടുതൽ സംസാരിച്ചേ നിൻ്റെ തെറ്റ് മറക്കാൻ ശ്രമിക്കണ്ട. എന്നെ മാത്രം തെറ്റുകാരനാക്കി സംസാരിക്കുമ്പോൾ എനിക്ക് ഉമ്മാനോടും ചിലതൊക്കെ പറയാനുണ്ട്. എന്താടാ നിനക്കൊന്ന് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തൊലക്ക്. ഇനി എന്താ എനിക്ക് പറയാനുള്ളത്? ഉമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെ ആവാൻ കാരണം ആരാണെന്ന്? ഞാനാണെന്നാവും നീ പറഞ്ഞ് അല്ലേ? എന്താ സംശയം ഉമ്മ എന്നല്ലേ? ഷാനുവിനെ ഞാൻ വെറുക്കാനുള്ള കാരണം പോലും ഉമ്മ ഒരാളാണ്. ഓർമ്മ വെച്ച നാളു മുതലേ ഉമ്മ എന്നെ പഠിപ്പിച്ചു തന്നത് അവനെ എങ്ങനെ ദ്രോഹിക്കുക എന്നായിരുന്നു. അതിന് എനിക്കൊപ്പം കൂട്ടുനിന്ന ആളല്ലേ ഉമ്മ. ഈ കഴിഞ്ഞു പോയത് വെറുതെ കുത്തിപ്പൊക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറയിപ്പിച്ചാലേ അതിൻ്റെ ദോഷം ഉമ്മാക്ക് തന്നെയാണ്. മതി കഴിഞ്ഞു പോയത് വിളിച്ചു പറഞ്ഞ്. നീ എന്നെ പ്രതിസന്ധി നിർത്തി സംസാരിക്കണ്ട. ഹോ, ഞാൻ നിർത്തി. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എടുത്ത് വെക്ക്. അപ്പോഴേക്ക് ഞാൻ കുളിച്ചു വരാം. അതും പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ഹാളിലെ
സോഫയിൽ കാലുമേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ആദിയെയാണ്. ആദിയെ കണ്ടതും അവൻ വേഗം റൂമിലേക്ക് തന്നെ വലിഞ്ഞു. ഇവനെന്താ ഇവിടെ? ഞാനും ഉമ്മയും സംസാരിച്ചതെല്ലാം കേട്ട് കാണോ? ആ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം കേട്ടതുപോലെയുണ്ട്. ടിവിയുടെ റിമോട്ട് അവൻ്റെ കയ്യിലുണ്ട്, പക്ഷേ TV ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചതെല്ലാം അവൻ കേട്ട് കാണും. ഈ ഇരിപ്പ് കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ. എന്നോട് പകരം ചോദിക്കാനുള്ള ഇരിപ്പാണോ ഇത്? നീ എന്താ ഷാഹി, കുളിക്കാൻ പോകുന്നില്ലേ? ഷ്! അവൻ ചുണ്ടിൽ കൈവച്ച് ഉമ്മാനെ നോക്കി മിണ്ടല്ലേ എന്ന് പറഞ്ഞു. എന്താടാ? ആദ്യ റൂമിലിരിക്കുന്നുണ്ടുമ്മ. അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് നല്ല ഉദ്ദേശത്തോടെയുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നില്ല. അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പാ. നീ മാറി നിൽക്കേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഉമ്മ ചെല്ലുമ്പോഴും അവൻ അതേ ഇരിപ്പ് തന്നെയായിരുന്നു. ഇതെന്താ മോനെ, നീ TV ഓണാകാതെ ഇരിക്കുന്നത്? അതിന് അവന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ ഉമ്മാക്ക് മനസ്സിലായി അവൻ്റെ ഇരിപ്പ് നല്ല ഉദ്ദേശത്തോടെയല്ലെന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റൂമിൽ പോയാൽ പിന്നെ അവൻ താഴേക്ക് വരാറില്ല. പക്ഷേ ഇന്നാ പതിവ് തെറ്റിച്ച് വന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഷാഹി അവൻ്റെ റൂമിലേക്ക് പോവാൻ നിൽക്കെ അവൻ നടക്കുന്ന വഴിയിലേക്ക് ആദി കാല് നീട്ടിവെച്ചു. പക്ഷേ ഷാഹി അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആദിയുടെ കാലിൽ തട്ടി വീയാൻ പോയി. ഷാഹി വീയാൻ പോയ ഭാവഭേദമൊന്നും ആദിയിലില്ലായിരുന്നു. അപ്പോഴും അവൻ കാല് നീട്ടിവെച്ച് അതേ ഇരിപ്പ് തുടർന്നു. ഇവൻ എന്താ ഇങ്ങനെ? എന്നെ വീഴ്ത്തി ഇടാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ റൂമിലേക്ക് പോയാൽ ഇവൻ എൻ്റെ പിന്നാലെ വരുമോ? അല്പം പതർച്ചയോടെ അവിടെ നിന്നും അതെല്ലാം ആദി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇടം കണ്ണാൽ ആദിയെ നോക്കിക്കൊണ്ടു ഷാഹി വേഗം അവൻ്റെ റൂമിലേക്ക് പോയി. ഡോർ ലോക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ആദി അവൻ്റെ റൂമിലെത്തി ഡോർ ലോക്ക് ചെയ്തിരുന്നു. അത് കണ്ട് ഷാഹി ഒന്ന് നെട്ടി അല്പം പിറകോട്ട് മാറി നിന്നു. എന്താ ഷാഹി, മുഖത്തൊരു പരിഭ്രമം? അല്ല, നീ എന്താ എൻ്റെ റൂമിൽ? അതെന്താ, എനിക്ക് ഈ റൂമിൽ വരാൻ പാടില്ലേ? ഈ വീട്ടിൽ ഏത് റൂമിൽ പോവാനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇതെൻ്റെ സാറിൻ്റെ വീടാ. ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനായി കരുതുന്ന എൻ്റെ സാറിൻ്റെ വീട്. അതുകൊണ്ട് അവിടെ എവിടെ കയറി ചെല്ലാനും എനിക്ക് അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ സാറിനെ അല്ലാതെ ആർക്കും അവകാശമില്ല. എന്താടാ നീ മിണ്ടാതെ നിൽക്കുന്നത്? നിൻ്റെ നാവിറങ്ങിപ്പോയോ? എന്നെ കൊല്ലാൻ നിനക്ക് ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഇപ്പം എന്തേ നിനക്കെന്നെ കൊല്ലണ്ടേ? നീ വെറുതെ ബുദ്ധിമുട്ടാണ്ടെന്ന് കരുതിയാ ഞാൻ നിൻ്റെ റൂമിലേക്ക് വന്നത്. ഇനി എന്നെ കൊല്ലാലോ? കൊല്ലടാ. ആദി, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഷാഹി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആഹാ. ആദി അവനെ ഇന്ന് നോക്കി ഉറക്കെ ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു ആദിക്ക് അവനോടുള്ള എല്ലാ ദേഷ്യവും. നീ ഇത് കണ്ടോ? പോക്കറ്റിൽ കരുതിയ വിഷമെടുത്ത് ആദി അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ എനിക്ക് തരാൻ വേണ്ടി ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണിത്. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാ. ആദി, വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് ദേഷ്യം തോന്നിയപ്പോൾ എനിക്കൊരു കയ്യബന്ധം പറ്റിയതാ. ഇനി എങ്ങനെയൊന്നും എന്നിൽ നിന്നും ഉണ്ടാവില്ല. പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാടോ കയ്യബന്ധം എന്ന് പറയാ? എന്താടാ നിനക്ക് മറുപടി ഇല്ലടാ? ആദിയുടെ ചോദ്യങ്ങൾക്കെല്ലാം അവൻ പേടിയോടെ പിറകോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ആദിയും അവന് പിന്നാലെ ചുവടുകൾ വെച്ചു. ഇനി നിനക്കൊരു രക്ഷപ്പെടൽ അസാധ്യമാണ്. കാരണം നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. സാറിൻ്റെ പതനവും എൻ്റെ മരണവുമായിരുന്നു നിൻ്റെ ലക്ഷ്യം. പക്ഷേ എന്ത് ചെയ്യാനാ? നിൻ്റെ ആഗ്രഹങ്ങൾക്ക് നേരെ ഭഗവാൻ കണ്ണടച്ചില്ലേ? പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് നേരെ ഭഗവാന് കണ്ണടക്കില്ല ഷാഹി. അതും പറഞ്ഞ് ആദി ആ ബോട്ടിൽ തുറന്ന് ഷായുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ആ വിഷം അവൻ്റെ വായിലേക്ക് ഒഴിച്ചു. ആ സമയം ആദിയുടെ കരുത്തിന് പിന്നിൽ ഷാഹിക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവൻ്റെ മുന്നിൽ തളർന്നു പോയാൽ എൻ്റെ ജീവന് ആപത്താണ് എന്ന ചിന്ത അവനിലേക്ക് കടന്നു വന്നതും ഷാഹി സർവ്വശക്തിയുമെടുത്ത് ആദിയെ പിടിച്ചു തള്ളി ബാത്റൂമിലേക്ക് ഓടിക്കളഞ്ഞ് വിഷം തുപ്പിക്കളഞ്ഞ് വായ ഒത്തിരി തവണ കഴുകി. എന്നിട്ടും അതിൻ്റെ ടേസ്റ്റ് വായിൽ നിന്ന് പോവാത്തതുപോലെ അവൻ വീണ്ടും ഒരുപാട് കഴുകി. വീണ്ടും ഒരുപാട് തവണ വായിൽ കൈയിട്ട് കഴുകിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അവൻ്റെ ടൂത്ത് ബ്രഷ് ഇട്ട് പല്ലും ബ്രഷുമൊക്കെ ഉരച്ചു കഴുകി. ഏത് നേരത്താണാവോ ഈ ഒരു ബുദ്ധി തോന്നിയത്? ഇത് എനിക്ക് തന്നെ പാരയായി. അവനൊന്ന് നിവർന്നു നിന്ന് കിതപ്പോടെ ബാത്റൂമിൽ കണ്ണാടിയിൽ നോക്കി. കുറച്ച് സമയം കഴിഞ്ഞ് അതേ നിൽപ്പ് തുടർന്നു. പിന്നെ പതിയെ ഡോർ തുറന്ന് റൂമിലേക്ക് ആര് പോയോ എന്നറിയാൻ നോക്കി. അവിടെയൊന്നും അവനെ കാണാതെ ആയപ്പോൾ
നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ ഷാഹി റൂമിലേക്ക് വന്നു. നെട്ടിപ്പോയി 2 കൈയും പിണച്ചു കിട്ടി കർട്ടൻ്റെ മറവിൽ നിന്നും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദി. ഞാൻ പോയെന്ന് കരുതി നീ സമാധാനിച്ചില്ലേ? അങ്ങനെയൊന്നും ഞാൻ പോവില്ലടാ. ഞാൻ നിന്നെക്കൊണ്ടേ പോവൂ. ആദി പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, നിന്നോട് തോന്നിയ ചെറിയ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് ഞാനിത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ കാല് പിടിക്കാം. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതും പറഞ്ഞ് ഷാഹി ആദിയുടെ കാലിലേക്ക് വീണു. നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? ഈ ആദിനാഥ് വെറും ഒരു പ്രാവാണെന്നോ? നീക്ക് ഇത്ര വൃത്തികേടുകൾ കണ്ട് മിണ്ടാതെ പോകുന്നതാണെന്നോ? എങ്കിലേ നിനക്ക് തെറ്റുമോനെ. ഈ ആദിനാഥിനെ 2 മുഖങ്ങളുണ്ട്. ഡീസൻ്റ് ആവേണ്ട സ്ഥലത്ത് ഡീസൻ്റ് ആവും, തറ ആവേണ്ട സ്ഥലത്ത് തറയാവും. ആദിയുടെ ആ ഭാവമാറ്റം കണ്ട് ഷാഹി ഒന്ന് ഭയന്നു. അവനിൽ നിന്ന് ഇനിയൊന്നും നേരിടാൻ ശക്തിയില്ലാതെ ഷാഹി തറയിൽ തന്നെ ഇരുന്നു പോയി. ആ സമയം അവൻ്റെ കാലുകളും നടുവുമെല്ലാം നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. കുനിഞ്ഞു നിന്ന് ഷാഹിയുടെ ഷർട്ടിൻ്റെ കോളറിൽ മിടിമുറുക്കി അവനെ തൂക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് കവിളി കുത്തിപ്പിടിച്ചു. ആ സമയം ആദി അവൻ്റെ കയ്യിൽ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞുപോയി. അത്രയ്ക്കും ശക്തിയിലായിരുന്നു ആദി പിടിച്ചത്. ഉമ്മാനെ പെങ്ങളെ തിരിച്ചറിയാത്ത പന്ന മോനെ, എന്ന് ഞാൻ ഓങ്ങി വെച്ചതാ നിനക്ക്. ഞാൻ ഇതിനുള്ള സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. ആദിയുടെ ദേഷ്യം മുഴുവനും അവൻ്റെ കവിളിൽ തീർക്കുമ്പോൾ ഷാഹി അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ കൈകരുത്തിന് മുമ്പിൽ ഷാഹി ഒന്നുമില്ലാതായി. പിന്നെ നീ ജിനുവിനെ വേദനിച്ചപ്പോൾ തന്നെ നിനക്ക് ഞാനിത് ഓങ്ങി വെച്ചതാ. പിന്നെ അന്ന് മാമൻ എടുത്ത് പെരുമാറിയത് കൊണ്ടാണ് ഞാൻ പിന്നോട്ട് നിന്നത്. പക്ഷേ എന്നിട്ടും നിൻ്റെ കാമക്കണ്ണുകൾ അവളെ മേത്ത് പതിഞ്ഞില്ലേ? ഒന്നും ഞാൻ അറിയില്ലെന്ന് കരുതി അല്ലടാ. അപ്പോഴേക്കും ഷാഹിയുടെ വായിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഇത് കണ്ട ആദി സന്തോഷത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കുള്ളേ പണി അവസാനിച്ചിട്ടില്ല കേട്ടോ. നല്ലതുപോലെ ആണെങ്കിൽ നിനക്ക് ഇവിടെ തുടർന്ന് പോവാം. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ കിടന്ന് തീരും. ഇല്ല, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. എന്നെ വെറുതെ വിടണേ. വിക്കി കൊണ്ട് പറഞ്ഞവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ തളർന്നു പോയിരുന്നു. അത് കണ്ട് ആദി അവനിൽ നിന്ന് പിടിവിട്ട് അവൻ്റെ കരം നോക്കി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്തിനാണെന്നറിയോ? നിന്നെ വളർത്തു വലിയതാക്കി ആ പാവം മനുഷ്യൻ്റെ പതനം കൊതിച്ചതിന്. ഇനി എൻ്റെ സാറിനെയോ ജിനുവിനെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചാലേ അന്ന് നിൻ്റെ അവസാനമായിരിക്കും. ഈ ആദിനാഥേ ചുമ്മാ പറയല്ല, പറഞ്ഞാൽ ഞാനത് പ്രവർത്തിച്ച് കാണിക്കും. അതാണ് ഞാൻ. എല്ലാത്തിനും കൈകൂപ്പി സമ്മതത്തോടെ തലകുലുക്കിയായിരുന്നു അവൻ്റെ മറുപടി. ആ ബോട്ടിൽ അവൻ്റെ മുഖത്തേക്ക് വലിച്ചിറങ്ങി ആദി ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇറങ്ങുമ്പോൾ ഉമ്മ ഷാഹിയെ വിളിക്കാൻ വേണ്ടി റൂമിന് നേരെ നടന്നു വരുന്നുണ്ട്. ഉമ്മാനെ കണ്ടതും ആദി വേഗം മുഖത്തെ വിയർപ്പ് തുടച്ചു മാറ്റി. ഉമ്മാനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ ആ പോക്ക് കണ്ട് ഉമ്മാക്ക് എന്തോ സംശയം തോന്നി. വേഗം തന്നെ ഉമ്മ ഷാഹിയുടെ റൂമിലേക്ക് ചെന്നു. റൂമിൽ കയറിയ ഉമ്മ കാണുന്നത് വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി തറയിൽ തളർന്നു കിടക്കുന്ന മകനെയായിരുന്നു. ആ സമയം മകൻ ചെയ്ത തെറ്റെല്ലാം മറന്ന് ഉമ്മ അവനെ വാരിപ്പുണർന്നു. മോനെ, എന്താടാ ഇതൊക്കെ? മതിയടാ, മതി. നീ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ മാറ്റി. എനിക്ക് വയ്യമ്മ. ഇനി ഞാൻ ആരെയൊന്നും ചെയ്യൂല, അവൻ തളർച്ചയോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യമെല്ലാം കുറച്ച് സമയം കൊണ്ട് എൻ്റെ മോൻ്റെ ശരീരത്തിൽ തീർത്തുല്ലേ? അവൻ്റെ ഇരുത്തം അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് അവന് എന്തിനു വേണ്ടിയുള്ള ഇരിപ്പാണെന്ന്. മോൻ വേഗം വാ, ആ മുഖം വായക്കൊന്ന് കഴുക്. ഉമ്മ എങ്ങനെയൊക്കെയോ അവനെ എഴുന്നേൽപ്പിച്ച് അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഇട്ട ഡ്രസ്സ് പോലും ഊരാതെ തലവഴി വെള്ളം കോരി വെച്ചു. ആ സമയം മുറിവ് പറ്റിയ കവിൾത്തണം അവന് നീറുന്നുണ്ടായിരുന്നു. മതി ഉമ്മ, എനിക്ക് വയ്യ. നനഞ്ഞ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി ഉമ്മ അവൻ്റെ തല തുടച്ചു കൊടുത്തു. ഉമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തരാം, മോൻ വാ. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് റൂമിൽ കൊണ്ടുവരുത്തി ഉമ്മ കിച്ചണിലേക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ പിടിച്ചവൻ പറഞ്ഞു, വേണ്ടമ്മ, എനിക്കൊന്നും വേണ്ട. എന്ത്, നിനക്ക് കഴിക്കാൻ വേണ്ടെന്നോ? നീ വന്നതിന് ശേഷം ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വായിലിട്ട് കഴിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഉമ്മ, നല്ല നീറ്റിലുണ്ട്, അതാ വേണ്ടാന്ന് പറഞ്ഞത്. എന്നാലേ ഉമ്മ പോയി ജ്യൂസ് കൊണ്ടുവരാട്ടോ. ഇനി എൻ്റെ കുട്ടി നല്ല മോനാവണം കേട്ടോ. ആരെയും ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. ഉമ്മ വേഗം പോയി ജ്യൂസുമായി വന്നു. ഇതാ മോനെ, ഈ ജ്യൂസ് കുടിക്ക്. ഒരു കവിൾ കുടിച്ചപ്പോഴേക്കും അവൻ വേദന കൊണ്ട് പുളഞ്ഞു പോയി. വേണ്ടുമ്മ, ഇതും എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കുടിക്കും മോനെ,
നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കവിൾ മുറിഞ്ഞിട്ടുണ്ട്, അതാ നീറുന്നത്. കുറച്ച് കുടിക്കേ, ഇല്ലെങ്കിൽ എൻ്റെ മോനെ ആകെ ക്ഷീണിക്കൂലേ. ഉച്ചക്ക് ചോറ് തിന്നതല്ലേ, ഇപ്പോൾ തന്നെ ആകെ തളർന്നിട്ടുണ്ട്. പിന്നെ അവൻ പതുക്കെ എങ്ങനെയൊക്കെയോ ഇത്തിരി ജ്യൂസ് എടുത്ത് കുടിച്ചു തീർത്തു. അവൻ കാണുന്നത് പോലെയല്ല കേട്ടോ അവൻ്റെ ഉള്ളിലെ. നീ അവനോട് ചെയ്തതിൻ്റെ പകയാണ്. അതുകൊണ്ട് നീ നല്ലതുപോലെ സൂക്ഷിക്കണം. ഇനി എൻ്റെ മോനെ ആവശ്യമില്ലാത്തതിനൊന്നും പോവല്ലേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ഉമ്മാക്ക് ആരാ? ഇനി നല്ല കുട്ടിയാവണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ആ ഉമ്മ, ആയിക്കോട്ടെ, എനിക്കൊന്ന് കിടക്കണം. എന്നാ മോൻ കിടന്നോ, റെസ്റ്റ് എടുക്ക്. ഇനി വേണ്ടാത്ത കാര്യത്തിന് ആരേറ്റും ഒന്നും നിൽക്കരുതോ. ഇനി വേറൊന്നും എനിക്ക് പറയാമല്ലേ. ഇനി ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല. ആയിക്കോട്ടമ്മ, ഇനി ഞാൻ ഒന്നും ചെയ്യൂല. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. ഒരു 10-15 ദിവസം പനിയൊക്കെ ആയിരുന്നു. പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു കഥ ഇട്ടതാണ്. സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക.